ലോകത്തിലെ തന്നെ ഏറ്റവും അതിമനോഹരമായ മെട്രോ സ്റ്റേഷനാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിൻ്റെ ഉള്ളിൽ പൊരിഞ്ഞ കച്ചറായി. മൂപ്പർക്ക് ചൈനയിലെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം പുള്ളിക്കാരൻ ഗോപ്രോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാനിപ്പോൾ ഉള്ളത് ചൈനയിലാണ്. ചൈനയിലെ ഏറ്റവും സൗത്ത് പാർട്ടായ സെഞ്ചനാണോ സെൻഷനാണോ ഒരു അപ്പാർട്ട്മെന്റ് വെക്കുന്ന ഒരു സമുച്ചയത്തിൽ വന്നിരിക്കുന്നു. ഇവിടെപ്പോൾ സെയിൽസ് ഓഫീസ് ഉണ്ട്. സെയിൽസ് ഓഫീസിൽ പോയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. ഇവിടെ ഷോപ്പുകളും ഇപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് എല്ലാ അമ്യൂണിറ്റീസും ഉണ്ടായിരിക്കും. പിന്നെ ഷോപ്പുകളും ഷോപ്പിംഗ് മോള് പിന്നെ സ്കൂള് എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ സെയിൽസ് ഓഫീസിലേക്ക് പോകും. ഓക്കെ, സെയിൽസ് ഓഫീസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വായിക്കുന്നുണ്ട്. പുള്ളിക്കാരി മൂപ്പർക്ക് ചൈനയിലെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം പുള്ളിക്കാരെ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. ഇവരെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഇവിടെ വന്നപ്പോൾ സ്വീകരണം വേറെ ലെവലാ ഗൈസ്. ഇവർ 1996 തുടങ്ങിയൊരു കമ്പനിയാണ്. അപ്പോൾ ഇവർ എക്സലൻസ് ഗ്രൂപ്പ് എന്നത് ചൈനയിലെ ഏറ്റവും ടോപ്പ് 2 ആണ് ഇവരെ ഈ ഗ്രൂപ്പ്. ഇവർക്ക് ഒരുപാട് പിന്നെ പ്രോപ്പർട്ടീസ് ഉണ്ട്, പിന്നെ ഹോട്ടൽസ് ഉണ്ട്, പിന്നെ ചൈനത്തിന് ഏറ്റവും വലിയ മെട്രോ സ്റ്റേഷൻസ് ഉണ്ട്, പിന്നെ പുൾമാൻ ഹോട്ടൽസ്, JW മാരിറ്റ് ഹോട്ടൽസ്. ഷെൻജനിൽ അറിയപ്പെടുന്ന വലിയ വലിയ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവരാണ്. ഇതാണ് ഇവിടുത്തെ പ്രോപ്പർട്ടീസ്. ഇവിടെ പ്രോപ്പർട്ടീസ് സാധാരണ സെയിൽസ് ഇതാണ് ഇവിടുത്തെ സെയിൽസുകൾ. അപ്പോൾ ഇവരാണ് പ്രോപ്പർട്ടീസ് സാറിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സാറിന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്തും സ്ഥലത്ത് ഒരു സ്ക്രീൻ ഉണ്ടായിരിക്കും. ആ സ്ക്രീനിൽ ഇവിടെയുള്ള അടുത്ത ഒരു 10 വർഷത്തേക്കുള്ള ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കും. പിന്നെ ഇതാണ് പ്രോപ്പർട്ടീസ്. ഇവിടെ സ്കൂളുണ്ട്, കിൻഡർ ഗാർഡൻ ഉണ്ട്, ഹൈസ്കൂളുണ്ട്, പിന്നെ പബ്ലിക് സ്കൂളുണ്ട്, പ്രൈവറ്റ് സ്കൂളുണ്ട്, പിന്നെ ജിമ്മ്, എല്ലാ അമ്യൂണിറ്റീസും എല്ലാ സംവിധാനങ്ങളും ഇതാണ്. ഇതിപ്പോൾ ഏകദേശം ഇവിടെ അവർ വെക്കുന്ന ഏകദേശം ഒരു 100 സ്ക്വയർ മീറ്ററിന് ഏകദേശം ഒരു 10 കോടി രൂപ ഇതാണ് ഇവിടുത്തെ വീട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വീട് വാങ്ങിക്കുമ്പോൾ ഇത് 89 സ്ക്വയർ മീറ്ററിൻ്റെ ഒരു വീടാണ്. ഇപ്പോൾ നമ്മളിവിടെ വീട് വാങ്ങിക്കുമ്പോൾ വീട് പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല, 2 വർഷം കഴിഞ്ഞാലാണ് കിട്ടുക. പക്ഷേ ഇവിടെ ഒരു ഡെമോ ഉണ്ടായിരിക്കും. ഇതായിരിക്കും നമ്മളെ വീട്. ഇതിൻ്റെ റൂമും കാര്യങ്ങളും എല്ലാം എക്സാക്ട്ലി 100% ഇതായിരിക്കും സ്റ്റൈൽ. ഇവിടെ എല്ലായിടത്തും കേറി വന്നവിടെ കിച്ചൺ ആണല്ലേ മെയിനായിട്ട്. കിച്ചണിൽ എന്തൊക്കെ ഉണ്ടാവും വരെ ആദ്യം തന്നെ സെറ്റ് ആക്കി വെച്ചിരിക്കുക. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. ചെറിയ മാറ്റമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്കൊക്കെ. അല്ല, ഈ കളറൊക്കെ നമ്മളെ ഇതിലോട്ട് മാറ്റി തരുമോ? അല്ല, ഇതാണ് അവര് കോമൺ ആയിട്ട് തരുന്ന കളർ. ഇതാണ്. ഇത് പിന്നെ നമുക്ക് ആവശ്യമില്ല, നമ്മള് പിന്നെ വേറെ എക്സ്ട്രാ ആ സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട്. ചെറിയൊരു ലിവിങ് ഏരിയ, പിന്നെ അത് ബാൽക്കണി. ഓക്കെ, ഇത് ഒരു ബെഡ്റൂമാണ്. ഇത് നമുക്കൊരു വാഷ് സ്പേസ്, പിന്നെ ഒരു ബാത്റൂം, പിന്നെ അതുപോലെ തന്നെ വേറൊരു ബെഡ്റൂം. ഇതൊക്കെ പയ്യന്മാർക്കുള്ള 2 മക്കള്. ഇതൊരു ആൺകുട്ടിക്കുള്ള ഒരു ബെഡ്റൂം, പിന്നെ അതൊരു പെൺകുട്ടിക്കുള്ള ഒരു ബെഡ്റൂം എന്നുള്ള രീതിയിൽ. ഇത് മാസ്റ്റർ ബെഡ്റൂം. നല്ല സ്മെല്ലൊക്കെ അടിച്ച് കയറ്റിക്കണല്ലോ അല്ലേ. ഈ ഒരു പ്രോപ്പർട്ടിയുടെ വില ഏകദേശം 10 കോടി രൂപയാണ്. 10 കോടി സിമ്പിൾ. ഏറ്റവും നേരെ ഇറങ്ങി ഇത് ഇവിടുത്തെ ലൈബ്രറി ആണ് കേട്ടോ. കൊള്ളാം. ലൈബ്രറി. പിന്നെ അതിന്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് നമ്മളെ വീട്ടിൽ കാണാൻ പറ്റുന്ന ഗസ്റ്റുകൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലം. പിന്നെ അത് യോഗ സെന്റർ. ഇതല്ലേ, ഇതിന് തൊട്ടപ്പുറത്ത് ജിമ്മുണ്ട്. ഇതിപ്പോ ഒരു 5 സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ ഒരു 7 സ്റ്റാർ ഹോട്ടലിന്റെ ഫെസിലിറ്റീസ് ആണ് നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് പ്രൈസ് ഒക്കെ കൂടുതൽ. നിങ്ങള് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ ഇരിക്കാം. റെസ്റ്റോറന്റാ, ഭക്ഷണം കഴിക്കാണ്. നമ്മുടെ വീട്ടിലേക്ക് ഇപ്പൊ കുറച്ച് ആൾക്കാർ വന്നു, നമ്മുടെ വീട്ടിൽ സ്ഥലം പോരാ, നമുക്ക് ഇവിടെ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാം. അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം? ഒന്നും വേണ്ട, ഫ്രീ ആണ്. ആ,
അപ്പോൾ ഇവിടെ ഷെൻജനിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെവലപ്പർ ഒരു ത്തിലെ തന്നെ ഏറ്റവും അതിമനോഹരമായ മെട്രോ സ്റ്റേഷനാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ വെൽക്കം ടു ദ ഫ്യൂച്ചർ അല്ലേ, ഫ്യൂച്ചറിസ്റ്റിക് മെട്രോ സ്റ്റേഷൻ ഇൻ ചൈന. ഈ സെൻജൻ സിറ്റിയിലാണ് ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെട്രോ സ്റ്റേഷൻ ഉള്ളത്. കാങ്ഷ നോർത്ത് മെട്രോ സ്റ്റേഷൻ. അതാണ് ഉറപ്പാണോ? അതാണ് ഉറപ്പാണ്. അതല്ല, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെട്രോ ഇത് തന്നെ ആയിരിക്കും. അതാണ്, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ലോകത്ത് വേറെ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് കമന്റ്സിൽ നമ്മൾ അറിയിക്കും. അല്ലേ, ഞങ്ങൾ വെല്ലുവിളിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല, ഞാൻ കണ്ടതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെട്രോ ആണ് ഇത്. അതായത് ഇവിടുന്ന് നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുക, എയർപോർട്ടാണോ എന്നല്ലേ? ഇത് എയർപോർട്ടല്ല, റെയിൽവേ സ്റ്റേഷനല്ല, ഒരു മെട്രോ സ്റ്റേഷൻ, സിംഗിൾ ആയിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ്. ഒരു ഫോൺ വെച്ചിട്ട് 2 പ്രാവശ്യം വാങ്ങിക്കാം. 2 വർഷം വിളിക്കാം. 2 പ്രാവശ്യം വാങ്ങിക്കാം. ടിക്കറ്റ് തന്നെ വാങ്ങിക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് മെട്രോ ലൈൻ നമ്പർ എത്ര വരുന്നത്? ഇത് നമ്പർ 2. ആ, അപ്പം ലൈൻ നമ്പർ 2 ആണ് വരുന്നത്. 2 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്, 11 ഉണ്ട്, 14 ഉണ്ട്. ഓക്കെ. അപ്പം ആദ്യം നമ്മൾ സെൻജൻ മെട്രോനെ കുറിച്ചൊന്ന് പറയാം. ഓക്കെ. അപ്പം നമ്മൾ മാപ്പ് കാണിച്ച് തന്നെ പറയാം. മൊത്തം ഏകദേശം 16 ലൈൻ വരുന്ന ഒരു മെട്രോ ലൈൻസ് ഉണ്ട്. ഇത് ഒരു 5 വർഷം മുമ്പൊക്കെ ഏകദേശം ഒരു 6-7 ലൈൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഇനിയും പുതിയ ലൈൻസുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഏകദേശം 16 ലൈൻസ് ഈ മെട്രോ ഉണ്ട്. ഓക്കെ, താങ്ക് യു. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നമ്മളെ കയ്യിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചെക്കിങ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കാം. നമ്മൾ നേരത്തെ കണ്ടുകൊടുത്തുന്ന ടിക്കറ്റ് എടുക്കാം. അപ്പം ഇവിടുന്ന് വിചാറ്റ് ഉപയോഗിച്ചിട്ട് ടിക്കറ്റ് എടുക്കാന്നാ പറയുന്നത്. ഓ, വിചാറ്റ് യൂസ് ചെയ്തിട്ടാ. 您好，我是深铁数字员工，请问您需要什么帮助？可以用微信吗？可以用微信吗？随便2个字，我随便看一下。 വാവ്, ഇതൊരു മെട്രോ സ്റ്റേഷനാണ് ഗൈസ്. എയർപോർട്ടോ കാര്യങ്ങളോ ഒന്നല്ല. അതിന് പുറമെ ഇവിടെ 2 ലൈൻ വരുന്നുണ്ട്, അവിടെ 2 ലൈൻ വരുന്നുണ്ട്. അത് പുറത്തോട്ട് സൗണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, സോറി ഗൈസ്, അവിടെ 2 ലൈൻ വരുന്നുണ്ട് കേട്ടോ. ഓ, 2 ലൈൻ അവിടെ, 2 ലൈൻ ഇവിടെ, 2 ലൈൻ അവിടെ. അപ്പം പുറത്തോട്ട് സൗണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഒരു ഗ്ലാസ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. വെൽക്കം ടു ദ ഫ്യൂച്ചർ ഗൈസ്. ഓ, ഇത് ഭയങ്കര രസമായിട്ടോ. എമ്മാരി ലുക്ക. ഇത് നിങ്ങൾ ക്യാമറയിൽ നോക്കി, ഒരു പ്രത്യേക രസമുണ്ട്. ക്യാമറയിൽ ഒരു പ്രത്യേക രസം കൂടി ഉണ്ട് കേട്ടോ അതിന്. ട്രെയിൻ വരുന്ന ടൈം, കാര്യങ്ങൾ എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇനി എത്ര മിനിറ്റിൽ. ഇതാണ് ഞാൻ പറയില്ലേ, വയർലെസ് ചാർജിങ്. ഇതാണ് സംഭവം. നമ്മളെ ഫോൺ ചാർജ്, നിങ്ങളെ ഫോൺ വെച്ച് നോക്കി. പൈസ കൊടുക്കണം. പുറകിൽ ഭയങ്കര അടിയെടുക്കുക ട്രെയിനിൻ്റെ ഉള്ളിൽ തന്നെ. അതായത് സംഗതി സ്റ്റേഷൻ ഫ്യൂച്ചറിസ്റ്റിക് ആണെങ്കിലും മനുഷ്യ